أعوذ بالله من الشيطان الرجيم. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. കെട്ട ജീവിതം നയിക്കുന്ന, കോലം കെട്ട ജീവിതം നയിക്കുന്ന പെണ്ണുങ്ങൾ കോലം കെട്ട ജീവിതം നയിക്കുന്ന ആണുങ്ങൾക്കുള്ളതാണ്. കോലം കെട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾ കോലം കെട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്കുള്ളതാണ്. നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾക്കുള്ളതാണ്. വത്തൊയ്യിബൂന ലിത്തൊയ്യിബാത്തി, നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്കുള്ളതാണ്. ഉലായിക മുബറഊന മിമ്മാ യഖൂലൂൻ, ഇങ്ങനെ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആണും പെണ്ണുമായ ആളുകൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റുള്ളവരുടെ മേൽ ദുരാരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ അവർ ശുദ്ധരാണ്, മുക്തരാണ്, അവർ നിരപരാധികളാണ്. ലഹും അവർക്കുണ്ട് മഗ്ഫിറത്തുൻ പാപമോചനമുണ്ട്, വരിസുക്കുൻ കരീൻ മാന്യമായ ഭക്ഷണവുമുണ്ട്, അല്ലെങ്കിൽ ജീവിതമാർഗവുമുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഈ ലോകത്ത്. ഈ ആയത്ത് സത്യവിശ്വാസികളെ അല്ലെങ്കിൽ സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ജീവിതം എപ്പോഴും സുന്ദരമായിരിക്കണം, നല്ല ജീവിതം നയിക്കണം. കെട്ട ജീവിതം നയിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും കെട്ട ജീവിതം നയിക്കുകയും 25 വയസ്സാകുന്നത് വരെ, 26 വയസ്സാകുന്നത് വരെ, 30 വയസ്സാകുന്നത് വരെ ജീവിതം നയിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് കല്യാണം കഴിക്കാൻ നേരത്ത് നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള മിടുക്ക്, അത് വഞ്ചനയാണ്. അങ്ങനെ വഞ്ചിക്കാൻ പാടില്ല, പരസ്പരം വഞ്ചിക്കാൻ പാടില്ല. കാരണം ജീവിതം നല്ല രൂപത്തിലായിരിക്കണം. പശ്ചാത്തപിച്ച് മടങ്ങിയ ഒരു വ്യക്തി പിന്നീട് നല്ല ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതവും ഇവരുടെ ജീവിതമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കോലം കെട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് നല്ലവരായ സ്ത്രീകളെ വിവാഹം കഴിക്കുവാൻ അല്ലെങ്കിൽ അവൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവൻ ശ്രദ്ധിക്കുക, വിവാഹം കഴിക്കുന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഇങ്ങനെയുള്ള ആളുകൾ ഖുർആനിൽ ആദ്യം പറഞ്ഞത് പെണ്ണിനെയാണ് പറയുന്നത്, പിന്നെയാണ് ആണിനെ പറയുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ വ്യഭിചാര കാര്യങ്ങൾ കൂടുതൽ കെട്ട ജീവിതം നയിക്കുന്ന പെണ്ണുങ്ങളാണല്ലോ എന്നാണ് നബി അങ്ങനെ കണ്ടു എന്നുമുണ്ടല്ലോ. അപ്പോൾ ഈ കെട്ട ജീവിതം നയിക്കുന്ന പെണ്ണുങ്ങൾ പിന്നീട് നല്ലവരെ തിരയുക, അതുപോലെ കെട്ട ജീവിതം നയിക്കുന്ന ആണുങ്ങൾ പിന്നീട് നല്ലവരെ തിരയുക. അത് തമ്മിൽ ജീവിതം അവരോട് ചെയ്യുന്ന വഞ്ചനയാണ്. ആ വഞ്ചന പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പശ്ചാത്തപിക്കുന്നത് വിഷയം വേറെയാണ്.